അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും എന്ന് പറയുന്ന പാഠത്തിനെ കുറിച്ചിട്ടായിട്ടാണ്. പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളാം. ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടാൻ കേരളീയ സമൂഹം ഒരു വിജ്ഞാന സമൂഹമായി മാറേണ്ടതിൻ്റെ അനിവാര്യത, അതിനെക്കുറിച്ചിട്ടാണ് ലേഖകൻ നമുക്ക് ഈ പാഠത്തിൽ പറഞ്ഞു തരുന്നത്. ഒന്നും കൂടി പറയാൻ, ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി കേരളത്തിലെ സമൂഹം അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിനെ എന്താക്കി മാറ്റണം? ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റണം എന്നുള്ളതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോഴത്തെ യുഗം എന്ന് പറയുമ്പോൾ എന്താണ്? ടെക്നോളജി അതുപോലുള്ള കാര്യങ്ങൾ അല്ലേ? മോഡേൺ മാനാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ആ മോഡേൺ മാന് ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു വയസ്സായ ഒരാളുടെ അയാളുടെ എന്തുണ്ട്? ഇപ്പം എല്ലാവരുടെയിലും ഒരു ടച്ചിൻ്റെ ഫോൺ ഉണ്ടാവും. ഒരു വയസ്സായ ആളുടെയിലും എന്തുണ്ട്? ടച്ചിൻ്റെ ഫോൺ ഉണ്ടാവും. എന്തിനാണ് ആ ടച്ചിൻ്റെ ഫോണ്? നമ്മൾ ഈ പലതും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒരു മെസ്സേജ് വരണമെങ്കിൽ എന്തിൽ വരണം? നമ്മുടെ ഫോണിൽ വരും. എന്തെങ്കിലും OTP ആണെങ്കിലും എല്ലാം ഫോണിലാണ് വരുന്നത്. എന്തെങ്കിലും ലോകത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ അതും ഫോണിലാണ്. ആ ഒരു വയസ്സായ ആൾക്ക് ആ ഫോൺ എങ്ങനെ ഉപയോഗിക്കണമെന്നോ അതിലെന്തൊക്കെ ഉണ്ടെന്നോ അറിയത്തില്ല. പഠിക്കാൻ റെഡിയും അല്ല. അങ്ങനെയാണെങ്കിൽ അയാൾ ഈ സമൂഹത്തിൻ്റെ കൂടെ പോകാൻ പറ്റുമോ? അയാൾക്ക് ഇല്ല. ഇവിടെ പറയുന്നത് ഇതുപോലെ ആധുനിക കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഉള്ളതാണ് നമ്മുടെ ഈ ഫോണും ബാക്കിയെല്ലാം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതെന്താണ്? വെല്ലുവിളിയാണ് അല്ലേ? അത് കേരള സമൂഹത്തിനൊരു വെല്ലുവിളിയാണ് എന്നാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. ആ വെല്ലുവിളി അതിജീവിക്കാൻ വേണ്ടി എന്താകണം? നമ്മുടെ സമൂഹം ഒരു വിജ്ഞാന സമൂഹമായി മാറേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് നമുക്ക് ഈ പാഠത്തിൽ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ നവോത്ഥാനം മീൻസ് എന്താണ്? പഴയതിൽ നിന്ന് പുതിയതിലോട്ട് വരുന്നത്. അപ്പോൾ നവോത്ഥാന മൂല്യങ്ങൾക്ക് പകരം പണ്ട് കാലങ്ങളിൽ എന്താ ഉണ്ടായിരുന്നത്? ശാസ്ത്രബോധവും യുക്തിചിന്തയാണല്ലേ. ഇപ്പോൾ യുക്തി മീൻസ് എന്താണ്? നമ്മൾ നല്ല ചീത്തയെ നോക്കിയിട്ട് നമ്മൾ എടുക്കുമായിരുന്നു. ശാസ്ത്രവും വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് എന്തില്ലെന്നാണ് പറയുന്നത്? അശാസ്ത്രീയവും യുക്തിയുമില്ലാതെ, ശാസ്ത്രവും നോക്കാറില്ല, യുക്തിയും അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ പോലും നോക്കാതെയാണ് എന്ത് ചെയ്യുന്നത്? സമൂഹത്തിൽ ഇപ്പോഴുള്ള ആൾക്കാരുള്ളതായിട്ടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. പിന്നെ വിവരസാങ്കേതിക വിദ്യ വിജ്ഞാനത്തെ സാർവജനികമാക്കുകയും ഡിജിറ്റൽ അസമത്വം നിലനിൽക്കുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞത് വിവരസാങ്കേതിക വിദ്യ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ടെക്നോളജി ഇതെന്താണ്? അത് സാർവജനികമാണല്ലോ. എന്ന് വെച്ചാൽ ലോകത്തിപ്പോൾ എമ്പാടും എല്ലായിടത്തും എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് എന്തോന്ന്? വിവരസാങ്കേതിക വിദ്യ, ടെക്നോളജി അല്ലേ? ഇത് കുറേ ആൾക്കാർക്ക് കിട്ടുന്നില്ല. കുറേ ആൾക്കാർക്ക് എന്ത് കിട്ടുന്നില്ല? ഈ വിവരസാങ്കേതിക വിദ്യ കിട്ടുന്നില്ല. ഇപ്പോഴും നമ്മൾ പറയുന്നു സാർവജനികമാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് ടെക്നോളജി. ബട്ട് സ്റ്റിൽ ആർക്ക് കിട്ടുന്നില്ല? കുറച്ച് ആൾക്കാർക്ക് കിട്ടുന്നില്ല. അതാണ് ഇവിടെ എന്തെന്ന് ഉദ്ദേശിച്ചത്? ഡിജിറ്റൽ അസമത്വം എന്ന് ഉദ്ദേശിച്ചത്. അടുത്തത്, ഉയർന്ന സാക്ഷരതയും വിദ്യാഭ്യാസ താല്പര്യവുമുള്ള കേരളത്തിന് കൃത്യമായ കാഴ്ചപ്പാടിലൂടെ ലോകത്തിന് മാതൃകയാക്കാവുന്ന ഒരു വിജ്ഞാന സമൂഹമായി മാറാൻ സാധിക്കും. എന്നിട്ടും പറയുന്നുണ്ട് ഡിജിറ്റൽ അസമത്വം നിലനിൽക്കുമ്പോഴും എന്ത് വേണമെന്ന് പറയുന്നത്? നമ്മൾ സാക്ഷരത, നമ്മൾ ഓൾറെഡി കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സാക്ഷരത എന്ന് വെച്ചാൽ എഴുതാനും വായിക്കാനും ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾക്കാരുള്ളത് കേരളത്തിലാണ്. അപ്പോൾ ആ ഒരു കേരളത്തിന് എന്ത് നേടാൻ കഴിയുമെന്നാണ് പറയുന്നത്? ലോകത്തിന് മാതൃക ആകാൻ കഴിയുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ഒരു വിജ്ഞാന സമൂഹമായി അല്ല, ടെക്നോളജി പരമായിട്ടും എല്ലാ രീതിയിലും നല്ല ഉയരത്തിലെത്തി ലോകത്തിന് തന്നെ ഒരു എക്സാമ്പിളായി മാറാൻ കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ പുതിയ വിജ്ഞാന ശാഖകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ മലയാളത്തെ ഒരു വിജ്ഞാന ഭാഷയായി പരിവർത്തിക്കപ്പെടണം അല്ലേ? അത് പറയുന്നുണ്ട്. നമ്മുടെ പാഠത്തിൽ തന്നെ ഭാഷ എന്നുള്ള വാക്കുണ്ട്. എന്തുകൊണ്ടാണ്? പുതിയ വിജ്ഞാന ശാഖകളെ ഉൾക്കൊള്ളാൻ. ഇപ്പോൾ ടെക്നോളജി ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? എല്ലാം ഇംഗ്ലീഷിലാണ് എഴുതി പഠിക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നോക്കി എന്താണ്? നമ്മളൊരു കാര്യം, ഇപ്പം നിങ്ങളുടെ മാതൃഭാഷ എന്താണ്? ഇപ്പം നമ്മുടെ ഇപ്പം മലയാളമാണ്. അത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ആ രീതിയിലാണ് ഉള്ളിൽ സംഭരിച്ച് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഇപ്പം നമ്മൾ പലതും പഠിക്കുമ്പോഴും എന്തിനാണ് മലയാളത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ആ ഒരു കഴിവാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇപ്പോൾ ടെക്നോളജി വളർന്നാലും ഇപ്പോൾ നമുക്കിപ്പോൾ തന്നെ വേറെ ടെക്നോളജി, നമ്മുടെ ഇപ്പോൾ കോഡിങ് അതുപോലുള്ള പഠിക്കുന്ന അതിൻ്റേതായ ലാംഗ്വേജ് ഉണ്ട് അല്ലേ? ഇംഗ്ലീഷിൽ തന്നെയുള്ള പല ലാംഗ്വേജസ് ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? ടെക്നോളജിയെ നമ്മുടെ ഭാഷയിലാക്കി പഠിക്കാൻ കഴിയണം. എന്നാലേ
നമുക്ക് അല്ലെങ്കിൽ മലയാള ഭാഷ അല്ലെങ്കിൽ മാതൃഭാഷയിലുള്ളവർക്ക് ആ കാര്യം നല്ല രീതിയിൽ മനസ്സിലാവും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് പറഞ്ഞത്, പുതിയ വിജ്ഞാന ശാഖകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ മലയാളത്തിനെ ആ ഭാഷയെ എന്താക്കി മാറ്റണം, ഒരു വിജ്ഞാന ഭാഷയായി പരിവർത്തിപ്പിക്കണമെന്നും മാതൃഭാഷയിലൂടെ എന്ത് നടക്കൂ, പഠനം നമുക്ക് നല്ല രീതി ആഴത്തിൽ മനസ്സിലായിട്ട് കഴിയുമെന്ന് പറയുന്നത്. ഇനി ആ പാഠത്തിലുള്ള കുറച്ച് സവിശേഷ പ്രയോഗങ്ങളാണ്. അതിൽ നമ്മൾ വേരുകൾ ഇറക്കിയിരിക്കുന്നു എന്നൊരു വാക്ക് പറയുന്നില്ലേ, അതെന്ന് വെച്ചാൽ ഒരു വൃക്ഷത്തിൻ്റെ വേരുകൾ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നത് പോലെ യുക്തിരാഹിത്യം എന്ന് പറഞ്ഞാൽ യുക്തിയില്ല, അശാസ്ത്രീയം ശാസ്ത്രീയമായിട്ടൊന്നുമില്ലാതെ മലയാളിയുടെ ചിന്തകൾ നിന്നും എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കാത്ത വിധം ഉറച്ചു പോയിരിക്കുന്നു എന്നർത്ഥം. ഇപ്പോൾ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. വാട്സപ്പിലൊരു മെസ്സേജ് വന്നു, അത് ശരിയോ തെറ്റോ ഒന്നുപോലും നോക്കാൻ നമ്മൾ എന്ത് ചെയ്യും, അത് ഫോർവേഡ് ചെയ്യും അല്ലേ. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിരിക്കുകയാണ്, വേരുകൾ ഇറക്കിയിരിക്കുകയാണ്, കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ആ മണ്ണ് ബലമുണ്ടോ ഒന്നൊന്നും നോക്കത്തില്ല. എന്ത് ചെയ്യുകയാണ് പറയുന്നത്, ആ ഒരു വൃക്ഷത്തിൻ്റെ വേരുകൾ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നത് പോലെ ഉണ്ട്, പക്ഷേ ശരിക്കും അത് നല്ല മണ്ണാണോ, അല്ല, യുക്തിരാഹിത്യമാണ്. യുക്തിചിന്ത എന്ന് വെച്ചാൽ ശരിയായിട്ട് ചിന്തിക്കത്തുമില്ല, ശാസ്ത്രീയമായിട്ട് ആ സാധനം അവിടെ നിൽക്കാനുള്ളൊരു യോഗ്യതയില്ല, അങ്ങനത്തെ രൂപത്തിലാണ്. പക്ഷേ എന്ത് ചെയ്യും, നമ്മൾ ആ രീതിയിലാണ് നമ്മുടെ ചിന്ത അല്ലെങ്കിൽ കേരളീയരുടെ ചിന്ത പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അടുത്ത ഡിജിറ്റൽ അസമത്വം. വിവരസാങ്കേതിക വിദ്യയുടെ ഞാൻ പറഞ്ഞു, കുറച്ച് ആൾക്കാർക്ക് എന്ത് കിട്ടുന്നില്ല, ഈ ഫോണും ഈ കുറച്ച് പാവപ്പെട്ട ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഇത് ലഭിക്കാറില്ലല്ലോ, ഫോണും അതുപോലുള്ള കാര്യങ്ങളൊന്നും ലഭിക്കാറില്ല. അതാണ് നമ്മളോട് കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. വിവരസാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രം ലഭ്യമാവുകയും പാവപ്പെട്ടവർക്ക് അറിവ് നേടാനുള്ള ഈ മാർഗങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇനി വിജ്ഞാനത്തിൻ്റെ ജനാധിപത്യവൽക്കരണം അതെന്താണെന്ന് നോക്കണം. എന്താണ് വിജ്ഞാനത്തിൻ്റെ ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്നത്? വിജ്ഞാനം ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകുന്ന അവസ്ഥയെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എല്ലാവർക്കും തുല്യ അവകാശം. ഇനി പ്രസിഡന്റ് ആയാലും ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും ശരി തന്നെയാണ്, അല്ല ഇന്ത്യയിലെ ഒരു പാവപ്പെട്ട പിച്ചക്കാരനാണെങ്കിലും ശരി തന്നെയാണ്, രണ്ടുപേർക്കും ഒരേ തുല്യ അവകാശങ്ങളാണ് ഇന്ത്യ നൽകുന്നത്. അതുപോലെയാണ് പറഞ്ഞത്, വിജ്ഞാനത്തെ എന്താക്കണം, ജനാധിപത്യവൽക്കരിച്ച് എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിൽ ആക്കി മാറ്റണം എന്നാണ് പറയുന്നത്. ഓക്കെ.